ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഈ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എവിടെ പോകാനാണെന്നറിയോ? ഒന്ന് രാമനാട്ടുകര വരെ പോവണേ. ഈ നാളെ അംഗനവാടിത്തെ പ്രവേശനോത്സവമാണല്ലോ. അപ്പോൾ ഇവമോള് നാളെ മുതൽ അംഗനവാടിയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയത്. പിന്നെ ഞങ്ങൾ അങ്ങാടിയിലെത്തിക്കഴിഞ്ഞാൽ അങ്ങാടി പോയ മാതിരിയാണ്. എല്ലാ ഷോപ്പിലും ഒന്ന് കയറും, എല്ലാതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എല്ലാ സാധനങ്ങളും കണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓരോ സാധനങ്ങളും മേടിക്കുക. അങ്ങനെ ആദ്യം ഒരു ഷോപ്പിൽ കയറി, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല, റേറ്റ് കൂടുതലാണെന്ന് തോന്നി അടുത്ത കടയിൽ പോയി. അങ്ങനെ ഈ കടയിൽ നിന്നാണ് കേട്ടോ അവസാനം ഞങ്ങൾ സാധനം വാങ്ങി. ഈ ബാഗ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഇത് എടുത്തില്ല കേട്ടോ. കാരണം എന്തൊരു റേറ്റാണെന്നറിയോ ബാഗിനൊക്കെ. ഇത്രയൊന്നും വിലേൻ്റെ ഒരു സാധനം വേണ്ടാന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ എടുക്കാഞ്ഞത്. അവൾ നല്ല ഹാപ്പി ആയിരുന്നു, കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടം കുടയാണേ. അങ്ങനെ ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഷോപ്പിൽ നല്ല തിരക്കായി. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമായിട്ടായിരിക്കും, നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബാഗൊക്കെ വാങ്ങി നേരെ പോയത് അടുത്ത കടയിലേക്കാണ്. അവിടെ സ്ലേറ്റ് വാങ്ങാനാണ് പോയത്. എല്ലാ കടയിലും നല്ല തിരക്കുമാണ്, അതുപോലെ തന്നെ നല്ല റേറ്റുമാണ് കേട്ടോ ഓരോ സാധനങ്ങൾക്കും. നമ്മൾ അച്ഛനും അമ്മയ്ക്കും ആയത് ഇപ്പോഴാണല്ലോ, ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടാണല്ലോ ഇരുന്നത്, ഇപ്പോഴാണല്ലോ നമ്മൾ വാങ്ങുന്നത്. ഇത്രയൊക്കെ റേറ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് ഇതിനൊക്കെ മനസ്സിലാവുന്നത്. അതാ അങ്ങനെ ഓരോ സാധനങ്ങളും അവർക്ക് വേണ്ടി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ കുറേ സാധനങ്ങൾ വേണ്ടെങ്കിലും ഇങ്ങനെ ഓരോന്ന് നോക്കുകയും ചെയ്യുമല്ലോ. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഒരു ഫാൻസി കടയിലേക്കാണ്. രാമനാട്ടുകര സ്റ്റാൻഡിനുള്ളിൽ പുതിയതായിട്ട് തുടങ്ങിയൊരു ഫാൻസിയാണ് കേട്ടോ. കുറച്ച് അഫോർഡബിളും ആണ് ഇവിടെ, എന്നാൽ നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ തരം ഐറ്റങ്ങളും, ഫാൻസി ഐറ്റങ്ങളും ഈ ഷോപ്പിൽ കിട്ടും കേട്ടോ. നല്ലൊരു ഫാൻസിയാണ് ഇത്. അങ്ങനെ പിന്നെ കാരണം ഇനി അവൾക്ക് ഓർണമെൻറ്റ്സ് ഒന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് ആണ് കേട്ടോ ഫാൻസി ഐറ്റം. ഇതൊന്നും അവൾ ഇടുമെന്ന് പോലും അറിയില്ല. പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അവൾ എത്രത്തോളം അംഗനവാടി പോകുന്നു അറിയില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. പിന്നെ കുറച്ചും കൂടിയൊക്കെ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു, അതും കൂടിയൊക്കെ വാങ്ങി. ഇവമോള് പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ എവിടെ പോവുകയാണെങ്കിലും അവൾ ഞങ്ങളെ കൂടെ വരില്ല കേട്ടോ. അവൾ വലിയച്ഛൻ്റെയും ദേവുവിൻ്റെയും കൂടെ പോവുള്ളൂ കേട്ടോ. പിന്നെ രാമനാട്ടുകര പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ദാഹമാണല്ലോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പോയത് മോംസ് ലാൻഡിലേക്കാണ്. ഇതവിടെ കണ്ടൊരു പ്രത്യേക ഡിഷായിട്ട് തോന്നി. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളേ, കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ മോംസ് ലാൻഡ് എനിക്ക് തോന്നിയത് നല്ലൊരു ബിസിനസ് ഐഡിയ ആയിട്ടാണ് കേട്ടോ. കാരണം നമ്മളൊരു മാളിലൊക്കെ എത്തിയൊരു ഫീലാണ്. നമുക്ക് വേണ്ട ഫുഡ് മേടിച്ചുകൊണ്ടൊന്ന് നമുക്ക് ഇഷ്ടത്തിന് കഴിക്കുക, എന്നാൽ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യുക. നല്ലൊരു റിലാക്സ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് കേട്ടോ അവിടെ തോന്നിയത്. പിന്നെ ഞങ്ങളെല്ലാവരും 4 ആളും 3 ഐറ്റമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞങ്ങൾ വേറെ വേറെ ഐറ്റം തന്നെയാണ് ഓർഡർ ചെയ്തത്. ഞാനും ദൈവവും ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിറ്റോയും, ഏട്ടൻ ഒരു കോഫി ആയിരുന്നു. അപ്പോൾ അതൊന്ന് എല്ലാ സാധനങ്ങളും എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടേസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാത്തിനും കഴിയിട്ട് ഇത് ഇവമോക്ക് ദേഷ്യം വരികയാണെങ്കിൽ അവൾക്ക് കൊടുക്കാതെ കഴിക്കുന്ന കേട്ടിട്ട് അച്ഛൻ അതിനാണ് കേട്ടോ അവളീ തല്ലുന്നത് അച്ഛനെ. പിന്നെ ഞങ്ങളെ ഓരോരോ പ്രഹസനങ്ങളും കൂടിയാണ് കേട്ടോ അതിൻ്റെ കൂടെ നടക്കുന്നത്. എല്ലാതും ഒന്ന് കൈയിട്ട് വാരി തിന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടോ. അവളിപ്പോൾ ഓടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയോ അച്ഛമ്മേനെ? ഈ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവളെ മുഖത്തുള്ള സന്തോഷം കണ്ടില്ലേ? അവൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം ഈ കുടയാണ് കേട്ടോ. അവൾ അതിൻ്റെ പുറകെ നിന്ന് മാറുന്നില്ല. കാരണം അവൾക്ക് കുട ചൂടി പോവാന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ പിന്നെ അവൾക്ക് സ്വന്തമായിട്ടൊരു കുട കിട്ടുമ്പോൾ ഊഹിക്കാമല്ലോ. അങ്ങനെ അവൾ ഓരോ സാധനങ്ങളും ഇങ്ങനെ അച്ഛമ്മയ്ക്കും അച്ഛനും വാങ്ങിയതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, മോൾ നാളെ അംഗനവാടിക്ക് പോവുകയാണ്. 3 വർഷത്തിന് മുന്നേ എൻ്റെ കയ്യിലേക്ക് കിട്ടിയൊരു കുഞ്ഞു കുട്ടിയായിരുന്നു മോൾ. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ, എല്ലാ അമ്മമാർക്കും ഇങ്ങനൊരു ഫീലിങ്സ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുകയല്ലേ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് കുറച്ച് സമയത്താണെന്നുണ്ടെങ്കിലും മാറി നിൽക്കുമ്പോൾ, പിന്നെ അതുമല്ല അവൾ അവിടെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആവുമോ, അവർക്ക് എങ്ങനെയായിരിക്കും അവൾ അവിടെ നിൽക്കുക, അതൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പം നമ്മുടെ വാശിയും ദേഷ്യവും ഒക്കെ കാണിക്കണതാണ്. അപ്പം ഇനി അവിടെ പോയിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക, ഭക്ഷണം കഴിക്കുമോ, ഇപ്പോൾ വാരി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ അറിയില്ല, നല്ല സന്തോഷമുണ്ടെങ്കിലും എന്തായാലും അവൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ടതാണെങ്കിലും അവൾ അങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു മനസ്സിനുള്ളിൽ ചെറുതായിട്ടൊരു ടെൻഷനാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. എനിക്കിത് കാണുമ്പോഴൊക്കെ ചെറുതായിട്ടൊരു വിഷമമാണ് കേട്ടോ വരുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റുള്ളൂ. കാരണം അവൾ ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹം. അവൾ നല്ല പഠിച്ച് നല്ല മിടുക്കി കുട്ടിയാവട്ടെ എന്നാണ് കേട്ടോ.
അങ്ങനെ ദാ അവൾ ഓരോ സാധനങ്ങളും കാണിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.